ഫാസിലെ ചില സിദ്ധന്മാർ നമുക്ക് കൊണ്ട് ചരട് തരും. ഈ ചരട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും, അല്ലെങ്കിൽ ഈ ചരട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. ചരടിലാണോ ആ വിശ്വാസമുള്ളത്? ചെറിയ പ്രായം മുതലേ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നപ്പോൾ നമ്മൾ അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് ഇതൊക്കെ ശരിയാണ്. ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചരട് കെട്ടിക്കഴിഞ്ഞാൽ മാറും. ഇപ്പോൾ റോഡിൽ ഇപ്പോൾ ഒരാൾ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്, അയാളുടെ കയ്യിൽ പോയിട്ട് ചരട് കെട്ടാൻ നോക്കുമായിരിക്കും. അങ്ങനെ കെട്ടാൻ നോക്കി ആ സമയത്ത് എല്ലാവരും യുക്തി ഉപയോഗിക്കും, നല്ല ഇടി കിട്ടും. ഹോസ്പിറ്റലിൽ എത്തി എല്ലാം ഓക്കെ ആയതിനു ശേഷം പിന്നെ വേണമെങ്കിൽ ചരട് കെട്ടും. എന്താ ഫൈനൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? ചരട് കെട്ടിയത് കൊണ്ട് ഓക്കെ. മാജിക് പഠിച്ചാൽ പ്രാവിനെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് ചെറിയ പ്രായത്തിൽ എൻ്റെ ചിന്ത. പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും പ്രാവിനെ സൃഷ്ടിക്കാനും സാധിക്കില്ല. പ്രാവിനെ സൃഷ്ടിക്കണമെങ്കിൽ പ്രാവിനെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടിരണം, എന്നിട്ട് വേറൊരു സ്ഥലത്ത് ഒളിപ്പിക്കണം, പിന്നെയാണ് പ്രത്യക്ഷപ്പെടുത്തേണ്ടത്. ഫാസിൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ആളുകളെ ഞാൻ കാണുമ്പോൾ ഒരു ട്രിക്ക് 2 ട്രിക്ക് പഠിച്ച മെന്റലിസ്റ്റ് ഒക്കെ അവർ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അപ്പൊ അതിലൊക്കെ കാണുന്ന കാര്യങ്ങൾ എന്തോ മനസ്സിലാക്കുന്നത്. പലരുടെയും ധാരണ എന്തോ ഒരു അത്ഭുത സിദ്ധിയാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ട്രിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് പലരെയും ഇതിലെത്തിക്കുന്നത്. ഈ പൈസ കൊടുത്ത് പോകുന്ന ഭൂരിഭാഗം ആളുകളും നിരാശരാവുകയാണ് സാധാരണ ചെയ്യാറ്. പെട്ടെന്നൊന്നും ഇനി കൈ ഇളക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, ഇനി മെല്ലെ കൈ ഒന്ന് എടുക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ ടൈറ്റ് ആവും. ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. എന്താ പറയുക, ഒരു തേങ്ങ, ഈ തേങ്ങയ്ക്ക് മുകളിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തേങ്ങയ്ക്ക് തീ പിടിക്കുന്ന ഒരു വീഡിയോ. തേർഡ് ഐ ട്രെയിനിങ്ങിൽ അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇതേ രീതിയിലേക്ക് കുപ്പിവെള്ളം പിന്നെ തേങ്ങയാണ്. കുപ്പി ഞാനിവിടെ കൈൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ അജിന് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഫാസിൽ കൈനോട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കൈനോട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ഇപ്പം നമ്മളിപ്പോൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ കൈ നോക്കാൻ ഒരുപാട് അമ്മമാരിയ്ക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ 2 എണ്ണമൊക്കെ തെറ്റായിരിക്കാം ചിലപ്പം, പക്ഷെ 10 കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ 10-ൽ 8 എണ്ണം ശരിയായിരിക്കും. അപ്പം നമ്മളാണെങ്കിൽ പോലും ഇപ്പം ഫാസിലിൻ്റെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു കാര്യം കൈനോട്ടക്കാരി പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും. അതിൽ കണ്ട ഒരു ട്രിക്സ് എന്തുവാ ഫാസി? നമ്മളിപ്പോൾ ഒരാൾ പലതരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട് ഇതിനകത്ത്. നിങ്ങളിപ്പോൾ ഒരാൾ പോകുന്നു കൈനോട്ടക്കാരനാണ്, പക്ഷെ അവരെ ഞാൻ കൂടുതലും അവരെയൊന്നും ഞാൻ കൈവെക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിച്ചു പോകും. അങ്ങനെ വലിയൊരു അതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയിട്ടൊന്ന് പരിശോധിക്കും. പക്ഷെ അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ അത് ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. എന്റെ കൈ നോക്കുന്നു, കൈ നോക്കി പറയുന്നു അപകടം സംഭവിച്ചിട്ടുണ്ട്, അപകടം ജനിച്ച് വീഴുന്ന ഒരുത്തൻ എങ്ങനെയാലും കോമൺ ആയിട്ട് മനുഷ്യന് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷെ അതിൽ ചിലവര് പറയും ഇന്ന പ്രായത്തിൽ മരണം സംഭവിക്കും. അപ്പൊ നമുക്കത് പേടിയായിരിക്കും മനസ്സിൽ. അതിനെ അത് തെറ്റിദ്ധാരണ അല്ല. ഇത് കൈനോട്ടം എന്ന് പറയുന്നത് തന്നെ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ, അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ അതിനെതിരെ പറയുന്ന ആളാണ്. ഞാൻ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പ്രായമായ ആളുകൾ വന്ന് 10 രൂപ 50 രൂപയൊക്കെ വരെയാണ് മാക്സിമം ഒരു വാങ്ങുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ വെറുതെ ഒന്ന് നമുക്കൊരു തമാശ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്നാൽ ചിലപ്പോൾ മറന്നു പോകും. അവർ പിന്നെ പറയുന്ന വേറെ ആയിരിക്കും കഥകൾ. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ തന്നെ കുറേ സമയം കഴിഞ്ഞ് വിട്ടാൽ ഇതിനോട് സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ സാമ്യമുള്ള കാര്യങ്ങളായിരിക്കും വീണ്ടും പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ചില സിദ്ധന്മാരുണ്ട്. നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഫീസ് ഇവരങ്ങനെ നമുക്ക് മാറ്റി നിർത്താം. ഇത് ഒട്ടും സത്യമായിട്ടുള്ള കാര്യമല്ല എന്ന് കരുതി നമ്മൾ അവരുടെ എന്താ പറയുക അവരെ ഒരു എന്റർടൈൻമെന്റ് ഇടുന്നില്ല. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ ഫീസൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മീൻസ് നമ്മൾ ചെല്ലുകയാണ്. ഇപ്പോൾ അജിൻ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, ഞാൻ സിദ്ധനാണ് എന്ന് വിചാരിക്കുക. അജിൻ വന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ എന്ന് പറയാൻ പറ്റില്ല. കൂടുമാറ്റം എന്ന് പറയുന്ന ഒരു എപ്പിസോഡിൽ അത് 4 പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നു. ഓരോ എപ്പിസോഡും 20-25 മിനിറ്റ് ഉണ്ട്. അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് റീഡിങ്, കോൾഡ് റീഡിങ്, അങ്ങനെയുള്ള പല മെത്തേഡുകളുണ്ട്. അതിൽ വളരെ എളുപ്പം ഈ ഒരു ചോദ്യത്തിൽ പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യം മാത്രം പറയാം. ഇപ്പോൾ അജിൻ്റെ അടുത്ത് ഞാൻ സിദ്ധനാണ്, അജിൻ എൻ്റെ അടുത്ത് പ്രശ്നം പരിഹാരത്തിനായിട്ട് വന്നിരിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ അജിൻ്റെ വീടിൻ്റെ വടക്ക് ഭാഗത്താണോ തെക്ക് ഭാഗത്താണോ ഒരു മരം, ഏത് ഭാഗത്താണ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ കിട്ടി. അപ്പോൾ എന്താണ് അജിൻ പറഞ്ഞു വടക്ക് ഭാഗത്ത്. അപ്പോൾ വടക്ക് ഭാഗത്ത്. ആ മരം ഇപ്പം ഈ അടുത്തത് വെട്ടിയോ അതാണ് പ്രശ്നം. അത് വെട്ടാൻ പാടില്ല. അപ്പോൾ ഈ വടക്ക് ഭാഗത്ത് മരമുണ്ടെന്നും അത് വെട്ടിയെന്നും സിദ്ധൻ പറഞ്ഞതായിട്ടായിരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവുക. കാരണം അയാളെ വിശ്വസിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോയിട്ട് പറയുന്നത് എന്തായിരിക്കും അറിയോ? കൃത്യമായിട്ട് പറഞ്ഞു എൻ്റെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു മരം ഉണ്ടായിരുന്നു, അതിപ്പോൾ അടുത്ത് വെട്ടിയെന്നും അയാൾ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറയും. ഇതാണ് ഇവരുടെ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമെങ്കിൽ നിങ്ങൾ ഒരു മൊബൈൽ ഫോണിൽ റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവരുടെ അടുത്ത് പോവുക, എന്നിട്ട് അത് ഫുള്ള് കേൾക്കുക. എന്നിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങളത് റിപ്പീറ്റ് കേട്ടിട്ട് ആരാണ് ചോദ്യം ചോദിച്ചത്, ആരാണ് ഉത്തരം പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. അപ്പോൾ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒരു മൈൻഡ് പവർ അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ
എൻ്റെ തിയേറ്റർ ഷോ, മെന്റലിസം തിയേറ്റർ ഷോ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അതിന് കാരണം എന്താ? എനിക്ക് അടുത്ത ഷോ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ രൂപത്തിൽ ഇപ്പോൾ മെന്റലിസം തന്നെയാണെങ്കിലും ഇപ്പോൾ പല മെന്റലിസ്റ്റുകളും ഇപ്പോൾ ഞാൻ ഒരു പരിധി വരെ വളരെ കുറച്ച് മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ ഭൂരിഭാഗം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകളിൽ ഇരുന്ന് ചെയ്തിട്ടുള്ള മെന്റലിസം എൻ്റെ അടുത്ത് വന്നിട്ട് സ്റ്റേജിൽ പറയാം അതൊന്ന് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഒരു പരിധിവരെ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി പലരും ഇപ്പോൾ ആങ്കറിൻ്റെ അടുത്ത് പറയും കുറച്ചും കൂടെ ഒന്ന് നമുക്കൊന്ന് ഫേവർ ചെയ്തിട്ടൊന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അങ്ങനെ പക്ഷെ അത് ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കുന്ന എന്താണെന്നറിയോ? കാരണം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോയാൽ ഇതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് അതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ള കമൻറ്റ് വരും. അത് ഭയന്നിട്ടാണ് അങ്ങനെയുള്ള ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കൂടെ ചെയ്യുന്നത്. കാരണം ആ കല നിലനിർത്താൻ വേണ്ടി ഉള്ള ഇതാണ് അവർ ആ ഒരു ട്രിക്ക് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ കൂടുതലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ട്രിക്കാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഇതേ രീതിയിൽ നമ്മൾ ഒന്ന് ഫേവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കല നിലനിർത്താൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു തിയേറ്റർ ഷോ ആണെങ്കിൽ പോലും അതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും പോയി അത് റിപ്പീറ്റ് കണ്ടു കഴിഞ്ഞാൽ ട്രിക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ബ്രെയിനിനെയാണ് നമുക്ക് കബളിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ക്യാമറയ്ക്ക് ബ്രെയിൻ ഇല്ല, അത് കൃത്യമായിട്ട് അത് പകർത്തും. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ഇരിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഒരു ഷോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനെ കൺഫ്യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ചോദിക്കുന്നു, പറയുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഒരു സ്ഥലത്തെത്തുന്നത്. ഇപ്പോൾ അജിൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊന്നും ബ്രെയിനിൽ അത് ആവശ്യമില്ലാത്തത് കൊണ്ട് അത് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താ, ആ ഒരു എഫക്റ്റാണ്. അത് മാത്രമേ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറയുന്നത് എന്താ, ഞാൻ മനസ്സിൽ വിചാരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു, അതായിരിക്കും ഫൈനലിൽ പറയുക. അതിൻ്റെ ഇടയിൽ നടന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിട്ട് കളഞ്ഞു. മനസ്സിലായോ? ഇത് വീഡിയോ ഷൂട്ട് ചെയ്താൽ നടക്കില്ല, ഓഡിയോ റെക്കോർഡ് ചെയ്താലും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സിദ്ധന്മാരുടെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾ ഇത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. പറഞ്ഞു മനസ്സിലായി? അത് എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾ ആ ശബ്ദ സജ്ജീകരണം മീൻസ് അല്ലെങ്കിൽ രംഗസജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ആളുകളുടെ ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മ്യൂസിക്കുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ ഘടകമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ ഷോ ചെയ്യുന്ന സമയത്ത്. അത് തന്നെയാണ്. ഫാസിലിന് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ആളുകളെ ഞാൻ കാണുമ്പം ഒരു ട്രിക്ക് 2 ട്രിക്ക് പഠിച്ച മെന്റലിസം ഒക്കെ അവർ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇപ്പം നോക്കും സോഷ്യൽ മീഡിയ വഴി കുറേ ആളുകൾ. അപ്പൊ അതിലൊക്കെ കാണുന്ന കാര്യങ്ങൾ എന്തോ മനസ്സിലാക്കുന്നത്? അല്ല, അത് ആക്ച്വലി ഞാൻ മെന്റലിസത്തിലേക്ക് വരുന്നത് മാജിക്, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും 20 വർഷത്തിൻ്റെ അടുത്ത എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പിന്നെ മെന്റലിസം എന്ന് പറയുന്ന കലയിലേക്ക് വരുന്നത്. ഇപ്പം അത്തരത്തിൽ പോയിട്ട് മെന്റലിസം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പലരുടെയും ധാരണ എന്തോ ഒരു അത്ഭുത സിദ്ധിയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ട്രിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് പലരെയും ഇതിലെത്തിക്കുന്നത്. അപ്പോൾ ചെറിയ മുടിപ്പ് 2000 രൂപ മുതലൊക്കെ പഠിപ്പിക്കുന്ന കുറേ കാണാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ. ബട്ട് അതിൽ ഭൂരിഭാഗം ആളുകളും ഈ പൈസ കൊടുത്ത് പോകുന്ന ഭൂരിഭാഗം ആളുകളും നിരാശരാവുകയാണ് സാധാരണ ചെയ്യാറ്. കുറച്ച് ആളുകൾ മാത്രം ചിലപ്പോൾ വല്ല ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഭീകരമായിട്ട് ഇതിൽ അഡിക്ഷൻ വന്ന് ഇതിങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ സ്റ്റേജ് പെർഫോമറായി മാറാം. പക്ഷെ അതിനൊക്കെ ചാൻസ് വളരെ കുറവാണ്. കാരണം അത് ആദ്യം മാജിക്കാണ് പഠിക്കേണ്ടത്. ഇതിൻ്റെ റൂട്ട് കൃത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ആ മാജിക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അതിൻ്റെ ട്രിക്ക് മറച്ചു പിടിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു മജീഷ്യനോ മെന്റലിസ്റ്റിനോ അത്ഭുതം ആസ്വദിക്കാൻ സാധിക്കില്ല. മാജിക്കിൻ്റെയോ മെന്റലിസത്തിൻ്റെയോ അത്ഭുതം ഒരിക്കലും ആസ്വദിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു പാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരു പാട്ട് ആസ്വദിക്കാൻ പറ്റും. സംഗീതം കൂടുതൽ പഠിക്കുന്നതനുസരിച്ച് വീണ്ടും പാട്ട് ആസ്വദിക്കാൻ പറ്റും അവർക്ക്. ബാക്കി എല്ലാ കലയും അങ്ങനെ തന്നെയാണ് അല്ലേ? എല്ലാ കലയും അങ്ങനെ തന്നെ. ഇപ്പൊ നൃത്തമാണെങ്കിലും അത് വീണ്ടും കണ്ട് പുതിയ കാര്യങ്ങളൊക്കെ കണ്ട് അത് ആസ്വദിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ അത്ഭുതം എന്ന് പറയുന്ന ഒരു സംഭവം ഈ പറഞ്ഞ മജീഷ്യനോ മെന്റലിസ്റ്റിനോ ഉണ്ടാവില്ല. കാരണം അതിന്റെ ട്രിക്ക് അറിയാവുന്നത് കൊണ്ട് അത് അതിന്റെ ആ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇന്നതാണ് എന്നുള്ളത് അറിയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന വലിയൊരു ജോലിയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. ആ ട്രിക്ക് മറച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കണമല്ലോ. അത് വിജയിക്കുമ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിക്കുന്നത്. ആ ട്രിക്ക് നിങ്ങൾ അറിയാതിരിക്കുമ്പോൾ. ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്ഭുതമില്ല. ഇപ്പോൾ ട്രിക്ക് അറിഞ്ഞെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ ട്രിക്സ് മാനിയാന്ന് പറഞ്ഞ് ഷോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ കൂടിപ്പോയി ഇനിയിപ്പോൾ ഒരു 2 വർഷത്തിനുള്ളിൽ മെന്റലിസം എന്ന് പറയുന്ന കലയും ഈ പറഞ്ഞ മാജിക് പോലെ തന്നെ ഇല്ലാതെ കഴിവ് എവിടാന്ന് ഞാൻ തിരിച്ചറിഞ്ഞ എവിടാന്നറിയോ? അപ്ഡേഷൻ ഉള്ളൊരു വ്യക്തി കേട്ടോ. അല്ലെങ്കിൽ ഫാസിൽ ഇപ്പോഴും മാജിക് കൊണ്ട് തുടർന്ന് മുന്നോട്ട് പോവാം. എപ്പോഴും എനിക്ക് മാറണമെന്ന് തോന്നി ആ മാറ്റത്തിൽ. അതുപോലെ തന്നെ നല്ല വോയിസ് കേട്ടോ. അത് വീഡിയോയിൽ നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. ഫാസിലെ ചില സിദ്ധന്മാർ നമുക്ക് കൊണ്ട് ചരട് തരും. ഈ ചരട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും, അല്ലെങ്കിൽ ഈ ചരട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. ചരടിലാണോ ആ വിശ്വാസമുള്ളത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ചരട് കെട്ടിക്കൊണ്ട് നമ്മൾ വീടിന്റെ അകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം എനിക്ക് ഇപ്പൊ ലുലുമാളിൽ പോകണം എന്നാണ് എന്റെ ആഗ്രഹം. ചരട് കെട്ടിക്കൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ലുലുമാളി പോകണം എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? ഇല്ല. അതിനെന്താണ് നമ്മൾ നടന്നു ഒന്നല്ലെങ്കിൽ ബസ് കയറി പോകണം, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ചില ആളുകളെ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അതൊരു ഗ്രിപ്പാണ്.
അത് നാളെ ഇപ്പം എൻ്റെ ലൈഫിൽ നല്ലൊരു കാര്യം നടക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ കഴിവിലുപരി ആ ചരടില്ല. അപ്പൊ അതാണോ അതിന്റെ സത്യം? അല്ല, അത് അങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, മീൻസ് ചെറിയ പ്രായം മുതലേ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നപ്പോൾ നമ്മൾ അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് ഇതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ചരട് ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചരട് കെട്ടിക്കഴിഞ്ഞാൽ മാറും എന്നൊക്കെയുള്ള വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവരിപ്പോഴും വിശ്വസിക്കും. മോതിരം ഇട്ടാൽ അങ്ങനെ സംഭവിക്കും, ചരട് കെട്ടിയാൽ സംഭവിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താലൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ആളുണ്ട്. എന്ന് കരുതി ഇവർ ഇപ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കും. ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരാൾ, ഇപ്പോൾ റോഡിൽ ഇപ്പോൾ ഒരാൾ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്, അയാളുടെ കയ്യിൽ പോയിട്ട് ചരട് കെട്ടാൻ നോക്കുമായിരിക്കും. അങ്ങനെ കെട്ടാൻ നോക്കി ആ സമയത്ത് എല്ലാവരും യുക്തി ഉപയോഗിക്കും, നല്ല ഇടി കിട്ടും. ആരെങ്കിലും പോയിട്ട് കൊണ്ടുപോകണ്ട, ചരട് കെട്ടാം എന്ന് പറയുമോ? പറയില്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുള്ളൂ. ഹോസ്പിറ്റലിൽ എത്തി എല്ലാം ഓക്കെ ആയതിനു ശേഷം പിന്നെ വേണമെങ്കിൽ ചരട് കെട്ടും. ശരിയാണോ? ശരിയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിന് എന്താണോ ചെയ്യേണ്ടത് അത് യുക്തിപൂർവ്വം അത് ചിന്തിക്കും, എന്നിട്ട് അത് വർക്ക് ചെയ്യുകയും ചെയ്യും, അതിനോടൊപ്പം ഇത് ചെയ്യും. എന്നിട്ട് അവസാനം ഫൈനൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതുകൊണ്ട് സാധിച്ചു എന്നായിരിക്കും പറയുന്നത്. ഈ ചരട് കെട്ടിയത് കൊണ്ട് ഓക്കെ എന്ന് കരുതി അവർ ചരട് കെട്ടിക്കൊണ്ട് വീട്ടിലിരിക്കുകയല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കും അവർ. ഏതൊക്കെയാണ് മാർഗ്ഗങ്ങൾ അതിലൂടെ അവർ പോകും. അവസാനം അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് ഈ ചരടായിരിക്കും ഒരു പക്ഷേ. അതാ പറഞ്ഞത്, ചെറിയ പ്രായത്തിൽ ബ്രെയിനിൽ കയറിയ ആശയങ്ങൾ അവനിനി എത്ര വളർന്ന് വലുതായി, എത്ര വലിയ ഉന്നത പദവികൾ, വിദ്യാഭ്യാസം എത്ര നേടിയാലും ഇതൊന്നും പോവില്ല. ഇതൊക്കെ ബ്രെയിനിലുണ്ടാവും. ഫാസിലിന്റെ കുട്ടിക്കാലത്തും കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. ഓ, ഇഷ്ടം പോലെ. കേട്ട കഥകളിൽ ഇന്നും ഓർമ്മയിലുള്ള കഥ ഏതായിരിക്കും? ഒരുപാടുണ്ട്. അതൊക്കെ തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ട്രിക്സ് ചാനൽ ചെയ്യുന്ന സമയത്ത് ഒരു മുസ്ലിം സിദ്ധന്റെ തട്ടിപ്പ് പൊളിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ്. അതിന് എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, ഭീകര എതിർപ്പായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പഴം, ആ പഴം ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് അതിൽ ഊതുകയാണ്. ഊതിയിട്ട് ആ പഴം ഇങ്ങനെ ഉരിക്കുന്ന സമയത്ത്, തോല് ഉരിക്കുന്ന സമയത്ത് അതിനുള്ളിൽ 3 പാർട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണത്. എന്നാൽ ആ പഴത്തിൻ്റെ തോലിന് വേറെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഇതാണ് ഒരു അത്ഭുതം, വലിയൊരു അത്ഭുതമായിട്ട് കാണിക്കുകയാണത്. സിമ്പിളായിട്ടുള്ള ട്രിക്കാണത്. അപ്പം ഇത് ചെറുപ്പകാലത്തിൽ ഇപ്പോൾ ചോദിച്ചത് കൊണ്ട് കണക്ട് ചെയ്താണ്. അപ്പം ചെറിയ പ്രായത്തിൽ ഞാനിത് നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു താമസിച്ചു. ചെറിയ ചെറിയ ചികിത്സ കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പൊടിക്കൈകളൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ ചെറിയ ഇത്. അപ്പോൾ പുള്ളിയുടെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് ഒരു അത്ഭുതമായിട്ട് കാണിക്കുന്നത് ഇതായിരുന്നു. അത് വരുന്ന ആളുകൾക്ക് ഒരു പഴം കഴിക്കാൻ കൊടുക്കും. അപ്പോൾ 2 പേരാണ് വന്നെങ്കിൽ പുള്ളി അകത്ത് പോയിട്ട് പഴം എടുത്തിട്ട് വരും, പ്ലേറ്റിൽ വെക്കും. എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ അറബിയിൽ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് ഇതിലേക്ക് ഊതിയിട്ട് ആ പഴം ഉരിക്കുന്ന സമയത്ത് 2ആയിട്ട് മുറിഞ്ഞിട്ടുണ്ടാവും. 3 പേരാണ് വന്നെങ്കിൽ 3ആയിട്ട് മുറിഞ്ഞിട്ടുണ്ടാവും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അന്ന് കുറേ കാലം മുമ്പാണ്. അപ്പോൾ അന്ന് ഇത് വലിയ അത്ഭുതം. അപ്പോൾ ഇതെങ്ങനെ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ട് ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ പാരൻസ് അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞു അത് ഭയങ്കര സംഭവം, തങ്ങളാണ്, ഒരുപാട് കഴിവുള്ള ആളാണ്, ശരിയാണെന്ന് വിചാരിച്ചു ഞാനത്. അതെ. പിൽക്കാലത്ത് മാജിക് പഠിക്കാനുണ്ടായതും എൻ്റെ ധാരണ മന്ത്രം ചൊല്ലിയാൽ പ്രാവിനെ സൃഷ്ടിക്കാം എന്നാണ് എൻ്റെ ധാരണ. എനിക്ക് പ്രാവ് ഭയങ്കര ഇഷ്ടം. പ്രാവ് എവിടേക്കുണ്ടോ അതിനെ പിടിക്കാൻ നടക്കുക, വാങ്ങുക, വളർത്തുക, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ മാജിക് പഠിച്ചാൽ പ്രാവിനെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് ചെറിയ പ്രായത്തിൽ എൻ്റെ ചിന്ത. അതെ അതെ. അങ്ങനെ മാജിക് പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും പ്രാവിനെ സൃഷ്ടിക്കാനും സാധിക്കില്ല. പ്രാവിനെ സൃഷ്ടിക്കണമെങ്കിൽ പ്രാവിനെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടിരണം, എന്നിട്ട് വേറൊരു സ്ഥലത്ത് ഒളിപ്പിക്കണം, പിന്നെയാണ് പ്രത്യക്ഷപ്പെടുത്തേണ്ടത്. ഇതല്ലാതെ വേറെ ഒന്നും നടക്കില്ല എന്നുള്ള നമുക്ക് കൃത്യമായിട്ടൊരു ബോധ്യം വന്നു. നമുക്ക് എന്താണ് മാജിക്, അത്ഭുതങ്ങൾക്ക് പിന്നിൽ എന്താണെന്നുള്ള ഒരു ബേസിക് ധാരണ കിട്ടി. അന്ന് ഞാൻ ആദ്യം അന്വേഷിച്ചത് ഇതെങ്ങനെയാണെന്നുള്ളതാണ്. ഈ പഴത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്. ഒരു സൂചി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു പഴത്തിന്റെ തോലിന്റെ ഉള്ളിലേക്ക് ഒരു സൂചി കടത്തി വിടുക, എന്നിട്ട് ആ ഒരു ഹോളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും ഇങ്ങനെ കാണിച്ചിട്ട് തിരിച്ച് വലിച്ചെടുത്താൽ ഉള്ളിലൊരു മുറിവായി. വളരെ സിമ്പിളായിട്ട് എത്ര ഇത് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നാൽ പഴത്തിന്റെ മുകളിൽ കൂടുതലായിട്ടും മറ്റേ ഏത്തപ്പഴമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തോലിൽ വലിയ മുറിവൊന്നുമില്ല, ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മുട്ടുസൂചി പോലെ അങ്ങനെ കുത്തിയ പാടലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആരും കാണില്ല. എന്നാൽ തോലുരിക്കുന്ന സമയത്ത് ഇതിനകത്ത് 3ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, വെട്ടിയിരിക്കുന്ന പോലെ. അതൊരല്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് അന്ന് ഞങ്ങളുടെ നാട്ടിലെ ആളുകളെയൊക്കെ പുള്ളി പറ്റിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവ് പിൽക്കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലും കണ്ടു. അത് ഇപ്പോഴും ചെയ്യുന്നു. അത് എന്താ പറയുക, ഈ കാലഘട്ടത്തിലും സോഷ്യൽ മീഡിയ സജീവമായി സയൻസിൻ്റെ എല്ലാ ഇതും നമ്മൾ അനുഭവിക്കുകയും അത് യൂസ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഇത്രയും നിസ്സാരമായ ട്രിക്ക് വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റിവീൽ ചെയ്തത് അതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ റിവീൽ ചെയ്തത്. അപ്പോൾ അതാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ചെറിയ പ്രായത്തിലുള്ള ഓർമ്മ എൻ്റെ അത് തന്നെയാണ്. അത് റിവീൽ ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് തന്നെ. ഫാസിലിൻ്റെ യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ കാണുവാനിടയായി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബാധ കയറുന്നത് ഈ അടുത്ത് ചെയ്തത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിനെ തട്ടിയ ഒരു കാര്യം. എൻ്റെ വീടിനടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കുട്ടിയുടെ വീടിൻ്റെ മേളിലുള്ള വേറെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ കുട്ടിയാണ് ഇന്ന് രാവിലെ പാല് കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ആ വീട്ടിലൊരു പ്രാർത്ഥന വെച്ച സമയത്ത് ഈ കുട്ടിയുടെ ദേഹത്തൊരു ബാധ കയറി. അതായത് ആ കുട്ടി തന്നെ
ഒരേ സമയം നമ്മുടെ അന്യൻ സിനിമ പോലെ തന്നെ ഒരേ സമയം എടുത്ത് പൊട്ടിക്കുന്നു, ഒരേ സമയം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അത് ബാധയാണോ? ഒരിക്കലുമല്ല, ബാധയല്ല. അത് എന്താണ് അതിന്റെ ഡീറ്റെയിൽ എന്നുള്ളത് ഞാൻ പറയുന്നത് ആക്ച്വലി ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ മെന്റലിസ്റ്റ്, മിറാക്കിൾ ബസ്റ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ആളാണ്. ഇത് ശരിക്കും ഒരു സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളോ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒരിക്കലും അത് ബാധയല്ല. അത് ഒരിക്കലും അത് ബാധയല്ല. അത് ഒരിക്കലും അല്ല ബാധയല്ല. അത് ആ കുട്ടി അത് കണ്ട് ഭയന്നപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായ ചിന്തകൾ വെച്ചിട്ട് ചെയ്യുന്നതാണത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, പല ആളുകൾ, ഞാൻ ഓരോ ഷോയിലും ഞാൻ പറയാറുണ്ട്, ഈ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളല്ല മെന്റലിസ്റ്റ്. സ്റ്റേജിൽ നമ്മൾ പറയാറുണ്ട്, എന്നിട്ട് ആ ഷോ കഴിയുമ്പോൾ ബാക്കിൽ വരും, എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയും, ഇതൊന്നും നമ്മളുടെ വിഷയമല്ല, അതിനുള്ള അത് പറയാനോ അല്ലെങ്കിൽ അതിനുള്ള അനുവാദം നമുക്കില്ല. അത് എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റുകളോ പറയേണ്ട വിഷയമാണത്. അത് അവർ തന്നെ പറയണം. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ പറയുമ്പോഴും അത്തരത്തിലുള്ള ഒന്നുകിൽ അവരുടെ ഒരു റെക്കോർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടേ പറയൂ. അപ്പോഴും ഞാൻ പറയില്ല. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അല്ലെങ്കിൽ അത് വീണ്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഇപ്പം മെന്റലിസ്റ്റ് എന്ന് വെച്ചാൽ ആളുകളുടെ മാനസിക പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളുകളാണ് എന്നൊരു ധാരണയും കുറെ ആളുകൾക്കുണ്ട്. മാറട്ടെ അല്ലേ? അതെ, ഒരിക്കലും അല്ല, അങ്ങനെയല്ല. മെന്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കലാകാരനാണ്. നിങ്ങളെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ജോലി എന്ന് വെച്ചാൽ മിറാക്കിൾ ബസ്റ്റർ എന്നുള്ള രീതിയിലും കൂടെ അറിയപ്പെടുന്നതുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടാൽ നമ്മൾ റിവീൽ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരിക്കലും ബാധയോ കാര്യങ്ങളൊന്നുമല്ല. ഒറ്റ പേരേ ഉള്ളൂ ഇതിനെ പറ്റി ചെയ്യുന്നേ, അങ്ങനെയൊന്നുമില്ല. മറ്റുള്ള ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് മാത്രം കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ കുറവാണ്. പക്ഷെ ഇന്നിപ്പോൾ പല ആളുകളും പറയാൻ തുടങ്ങി. കാരണം ഇപ്പോൾ ആളുകൾക്ക് അറിയാം, അങ്ങനെ പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതൊക്കെ. അതിന് തുടക്കം കുറിക്കാൻ ഫാസിലിന് പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലേ? അവാർഡുകൾ കുറെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, മീൻസ് ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഫോറം, അവരുടെ അതൊരു ദേശീയ അവാർഡാണത്. അവരുടെ ഒരു ശ്രേഷ്ഠ മാനവ സേവാ അവാർഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. അത് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്ത ആളുകളെ ബോധവൽക്കരണം നടത്തുന്നതിന് ഒരു അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഒരു മിറാക്കിൾ ബസ്റ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ അവാർഡുകൾ. പിന്നെ കുറേ ആളുകൾ പല സംഘടനകളും വിളിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു സന്തോഷം നമുക്ക്. ഫാസിലിന്റെ ജീവിതത്തിൽ 20 വർഷം എന്ന എക്സ്പീരിയൻസ് ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഒരുപാട് ആളുകളെ കണ്ട്, ഒരുപാട് ആളുകളോട് സംസാരിച്ച് ഇടപെടൽ വെച്ച് അത് തന്നെ യാത്രകളാണ് എന്നെ കൂടുതലും അറിവുകൾ നേടുന്നത്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കങ്ങനെ തിയറി ആയിട്ട് ഇങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പെട്ടെന്ന് ഞാൻ ക്യാച്ച് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും എനിക്ക് ബ്രെയിനിൽ കയറില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ള ആളാണ്. മീൻസ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെ വലിയ സ്കോളറോ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെയാണ് പഠിക്കാൻ പോയത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മൾട്ടിമീഡിയയിലേക്ക് പോയി. മൾട്ടിമീഡിയ കോഴ്സാണ് പിന്നെ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിദ്യാഭ്യാസം ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പോഴും ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയം ഇതാണ്, ഈ അത്ഭുതങ്ങൾ എങ്ങനെയാണ്, അത്ഭുതങ്ങൾക്ക് പിന്നിൽ എന്താണ്, എന്തൊക്കെ പുതിയ പുതിയ അത്ഭുതങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഒരു യാത്രകൾ ഒരു മനുഷ്യനെ ശരിക്കും സന്തോഷവാനാണ്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയത് യാത്രയായി. അല്ല, നമ്മൾ ഇന്ത്യ യാത്ര, ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പല രീതിയിലും പല ആളുകളിൽ നിന്നും നമ്മൾ സഹായം സ്വീകരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നൊക്കെ ഞാൻ സ്കിപ്പായതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറുപടി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്നത് മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നിലും പെടാത്ത നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അവര് പറ്റില്ല. അപ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ വരുന്നത് എന്താ, അവനൊരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന മാത്രം വെച്ചിട്ടായിരിക്കും പെട്ടെന്ന് ഒരു ആപത്ത് വരുമ്പോൾ ഓടി വരുന്നത് അവർ. അല്ലെങ്കിൽ അവൻ വന്നിട്ട് അയ്യോ ഇവൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ അപ്പോൾ വേണ്ട, അല്ലെങ്കിൽ ഇവൻ ഹിന്ദു ആണ്, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മതവേഷത്തിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അങ്ങനെ ചിന്തിച്ചും പോകുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ ഇന്ത്യയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും നമുക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴും ഭയക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളതിൽ ഇതിലെല്ലാം പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന മാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ചിന്തകളൊക്കെ പോകും. നമുക്കും എല്ലാവരും മനുഷ്യരായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കഴിവ് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് എന്ത് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെയാണ് ഇത് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നീ ഇപ്പോൾ കേരളത്തിലല്ലാതെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെന്റലിസം, ഹിപ്നോട്ടിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചാൽ കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം. കാരണം പുറത്ത് ഇതിന് നല്ല വാല്യൂ, പൈസ. തീർച്ചയായിട്ടും ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് പറയാം, ഇല്ല ഇത്രയും കാലം നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ശരിക്കും അത്ഭുത സിദ്ധി ഉണ്ടെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. പലരും എൻ്റെ അടുത്ത് കോമഡി ആയിട്ടൊക്കെ പറയാറുള്ള, നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ലക്ഷങ്ങൾ ഉണ്ടാക്കാം, കോടികൾ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല.
നമ്മൾ എന്താ പറയുക, നമ്മുടെ ജീവിതയാത്രയിൽ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് പുതിയ തലമുറ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ആളുകൾ മാറ്റം വരുന്നുണ്ട്. കുട്ടികൾക്ക് മാറ്റം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ തലമുറയാണ് നമ്മളുടെ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നത് അവർക്കാണ്. പഴയ ആളുകളെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു അന്ധവിശ്വാസി എന്ന് പറയുന്നത് എൻ്റെ മദറായിരിക്കും. ഇപ്പോഴും ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അവർ മാറ്റാൻ പറ്റില്ല. കാരണം അവരുടെ വിശ്വാസം നമ്മൾ അതിൽ നിന്നും മാറ്റാൻ തീവ്രമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാവുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് തെറ്റാണെന്ന് നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പല പല കാരണങ്ങളും ന്യായീകരണങ്ങളും വെച്ച് അതിനെ കവർ ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി കൂടുതലാകുമ്പോൾ നമുക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു, വേദനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ നിന്നും സ്കിപ്പായത്. അതുകൊണ്ട് തന്നെ കാരണം അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് നിർത്തി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരാളുടെ ഒരു മരണം, ഇപ്പോൾ പ്രിയപ്പെട്ട ഒരാളുടെ മരണം നമുക്ക് രണ്ട് രീതിയിൽ അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ, ഇപ്പോൾ അതിൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അത് നമുക്ക് രണ്ട് രീതിയിൽ അറിയിക്കാം. വളരെ ഒരു ഷോക്ക് എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്നാൽ നിങ്ങളെ സമാധാനിപ്പിച്ച് അത് ആൾ പോയി, മരിച്ചുപോയി, ഇനി ഇല്ല എന്നുള്ളത് വളരെ സമാധാനിപ്പിച്ച് വളരെ സമയമെടുത്ത് നിങ്ങളെ അത് ഉൾക്കൊള്ളാൻ പ്രാപ്തനാക്കുന്ന രീതിയിലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഇത്തരം അന്ധമായ വിശ്വാസങ്ങൾ അവരുടെ പ്രിയപ്പെട്ടതാണ്, അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് വളരെ വൾഗറായിട്ട് വേണമെങ്കിൽ പറഞ്ഞു കളയാം, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് എനിക്ക് വേണ്ടി പറയാം. പക്ഷെ ഞാൻ അത് ചെയ്യില്ല. ഞാൻ അവരുടെ കൂടെ നിന്ന് എന്നെ എത്ര തെറി പറഞ്ഞാലും എന്നെ എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ അവരുടെ കൂടെ നിന്ന് അത് പതുക്കെ 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 അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൽ നിന്നിപ്പോൾ 100 പേര് കേട്ടാലും ഒരാൾ മാറിയാൽ മതി, അതെന്റെ വിജയമാണ്. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു. ഫാസിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നു, അവരുടെ വിഷമങ്ങൾ മാറ്റി സന്തോഷിപ്പിക്കാനിരിക്കുമ്പോൾ ഫാസിലിന്റെ ജീവിതത്തിൽ ആരുണ്ടായിരുന്നു? എങ്ങനെ ഈ ഒരു ഒറ്റപ്പെടൽ സമയത്ത്? അല്ല, ഒറ്റപ്പെടൽ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രകളിലാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇല്ല, എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എനിക്ക്. കാരണം ഞാൻ വലിയൊരു ഗ്രൂപ്പ് നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പല വീഡിയോകളും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യം തന്നെ അയച്ചു കൊടുക്കുന്ന എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അൺലിസ്റ്റഡ് ആയിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ പറയും, എടാ നീ അവിടെ കുറച്ച് വാക്ക് രൂക്ഷമായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അതൊന്നും വേണമെങ്കിൽ കട്ട് ചെയ്തോ, വേണ്ട അത് നമ്മുടെ ശൈലിക്ക് ചേരുന്നല്ലോ എന്ന് പറയും. ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അവർക്ക് കൊടുക്കും, അൺലിസ്റ്റഡ് ആയിട്ട് കൊടുത്തിട്ട് എടാ എനിക്ക് 10 മിനിറ്റ് കൂടെ ഉള്ളൂ, എനിക്ക് പബ്ലിഷ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ പറഞ്ഞ് നമ്മളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട് കൊടുക്കുമ്പോൾ അവർ നോക്കിയിട്ട് ചിലപ്പോൾ എന്നെ തിരുത്താറുണ്ട്. അവർ ആ വാക്ക് അവിടെ അങ്ങനെ ഉപയോഗിക്കേണ്ടത്, അത് വേണ്ട. തീർച്ചയായിട്ടും അവർ തിരുത്തുന്നതൊക്കെ കൃത്യമായിരിക്കും. എന്നാൽ ചില കാര്യങ്ങളുണ്ട്, അവർ പറയും ഇത് ഇട്ടാൽ പ്രശ്നമാവും, ഏറിപ്പോവും, വിഷയമാണ് എന്ന് പറയും. പക്ഷെ നമുക്ക് പറയാതിരിക്കാനും വയ്യ. അപ്പൊ ഞാൻ പറയും, ഇല്ല, എവിഡൻസ് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ മതി. എവിഡൻസ് അടക്കമാണല്ലോ നമ്മൾ പറയുന്നത്, തെളിവുകൾ നമ്മൾ നിരത്തുന്നുണ്ടല്ലോ. തെളിവുകൾ വെച്ചിട്ടല്ലാതെ നമ്മളൊന്നും പറയാറില്ല. കൃത്യമായിട്ട് എവിഡൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ സംസാരിച്ച് പോകാറുള്ളൂ. അതല്ലെങ്കിൽ ആധികാരികമായി എനിക്ക് അറിയാൻ പാടില്ല, എല്ലാം എനിക്ക് അറിയാൻ പാടുള്ള വിഷയങ്ങളൊന്നുമല്ല ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തെ പറ്റി എനിക്കറിയാം, എനിക്ക് തെളിവുകളുണ്ട്. എനിക്ക് അറിയാൻ പാടില്ലാത്ത വിഷയമാണെങ്കിൽ അത് എനിക്ക് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ഞാൻ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ കൊണ്ടുവരും, എൻ്റെ ചാനലിൽ കൊണ്ടുവന്നിട്ട് അവർ സംസാരിക്കും. ഡോക്ടേഴ്സ് വരാറുണ്ട്, സയന്റിസ്റ്റുകൾ വരാറുണ്ട്, പല മേഖല സൈക്യാട്രിസ്റ്റുകൾ വരാറുണ്ട്, സൈക്കോളജിസ്റ്റുകൾ വരാറുണ്ട്, പലരും വന്ന് എൻ്റെ ചാനൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ തന്നെ ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്തോ ഫാസിലിന് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ഇന്റർനെറ്റിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളിപ്പോൾ ഒരു വീഡിയോ പുതുതായിട്ട് ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് സൂപ്പർ നാച്ചുറൽ, ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആളുകൾക്ക് കൂടുതൽ ചർച്ച ചെയ്യാൻ താല്പര്യം. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചാണ്, ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ വീണ്ടും ആളുകൾ പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതെന്ന് തന്നെയല്ല, ഏതൊരു വീഡിയോ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ കുറച്ചെങ്കിലും ഒന്ന് തയ്യാറാവുക. ഇന്ന് നമുക്ക് അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കുറേ കാര്യങ്ങൾ. ഇതിനോട് സാമ്യമുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്യാം. ഈ ഫോട്ടോ ഇമേജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം എന്ത് കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും അത് അന്വേഷിക്കുക, എന്നിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം അത് പ്രചരിപ്പിക്കുക. എങ്കിൽ മാത്രമാണ് ഒരു പരിധിവരെങ്കിൽ ഈ ഫേക്കായിട്ടുള്ള വാർത്തകൾ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഫാസിലിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രകൾ ഇനി എന്തൊക്കെയാണ്? മുന്നോട്ടുള്ള യാത്രകൾ ആക്ച്വലി എനിക്ക് എപ്പോഴും നേരിട്ട് സംവദിക്കാനാണ് ഇഷ്ടം. സംവാദകനല്ല, എന്നാലും നേരിട്ട് സംവദിക്കാൻ മീൻസ് കാണാൻ.
കാണാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ എനിക്ക് താല്പര്യമാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, കാരണം അവരാണ് നമ്മൾ ഈ 20 വർഷമായിട്ട് ഇങ്ങനെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവനോട് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കുറച്ച് ആളുകളെങ്കിലും ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കാനുള്ള കാരണം പോലും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. കാരണം അവരെന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതുകൊണ്ടാണ്, സബ്സ്ക്രൈബ് ചെയ്തും ഇത്രയും ഒരു ആളുകൾ ഫോളോ ചെയ്യാനുള്ളത് കൊണ്ടും തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതും. ശരിയല്ല? അപ്പോൾ അവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എന്നെ ഞാനാക്കിയത് അവർ തന്നെയാണ്. അതെ 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 അതെ, തീർച്ചയായിട്ടും അവർ തന്നെയാണ്. അപ്പോൾ അവരോടൊരു നന്ദി പറയുകയാണ്. ഫാസിലിപ്പോൾ ഒത്തിരി സന്തോഷം. എന്നെ എന്ത് കാണിച്ച് ഞെട്ടിക്കും? നമുക്ക് ഈ ഫ്ലോറിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഒരു തേങ്ങ, ഈ തേങ്ങയ്ക്ക് മുകളിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തേങ്ങയ്ക്ക് തീ പിടിക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകം ഉണക്കിയിട്ട് 2 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കയ്യിൽ വെക്കുന്നു. ഇത് രണ്ടും ഇങ്ങനെ കൂട്ടി മുടിച്ചിട്ട് കുറേ മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ അതിന് തീ കത്തുന്നു. പിന്നെ ഒരു ഹോമകുണ്ഡം, അതിൽ വേറെ ഒന്നുമില്ല, അതിലേക്ക് ഒരു തേങ്ങ വെള്ളം പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് അത് തീയാവുന്നു. അങ്ങനെയുള്ള കുറേ വീഡിയോകൾ, ഇതേ സംഭവം സെയിം എഫക്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് പല രീതിയിലാണ് പലരും അവതരിപ്പിക്കുന്നത്. ഇത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ധാരാളം ആളുകൾ വീണ്ടും പ്രചരിപ്പിക്കുന്നു, വീണ്ടും ചോദിച്ചു വരും. സോ അപ്പോൾ അതൊന്ന് നമുക്ക് വെറുതെ ഒന്ന് എന്തായാലും വരുമ്പോൾ ഒരു വിഷ്വലി കുറച്ചും കൂടെ ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതൊന്ന് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇന്ന് കത്തും, നോക്കാം, കത്തിക്കാം. അപ്പോൾ നമുക്ക് കത്താനുള്ളത് കുറെ ചോദിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ എന്തായാലും കത്തണം. അപ്പോൾ ഇതും കൂടെ കത്തിക്കാൻ നമ്മളിത് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ട്രിക്ക് പറയുന്നുണ്ടോ? എന്താണെന്നുള്ളത് പറയുന്നത് ആക്ച്വലി ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ഖരാവസ്ഥയിലുള്ള സോഡിയമാണ്. അതിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ പാടില്ല, ശരിക്കും കൈ കൊണ്ട് എടുക്കാൻ പാടില്ല, ചെറിയൊരു ചൂട് അനുഭവപ്പെടും. മണ്ണെണ്ണയിലാണ് സത്യത്തിൽ ഇത് സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തരീക്ഷത്തിലെ തണുപ്പ് തന്നെ മതി അത് കത്താനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്യാം. അതായത് ഇത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മൊത്തത്തിൽ പോലും എടുക്കുന്നില്ല, ചെറിയൊരു ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു ചെറിയൊരു പീസ് കണ്ടില്ലേ? ഏത് ക്യാമറയിലാണ് കാണിക്കേണ്ടത്? ഈ ക്യാമറയിലാണോ? കാണാലോ, ഇത്രയും വലിപ്പമുള്ളൊരു ചെറിയൊരു പീസാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഈ ഒരു തേങ്ങയുടെ ഈ ഒരു ചകിരി ഉണ്ടല്ലോ, ഈ ചകിരിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതിനെ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കുക ചെയ്യുന്നത്. ഓക്കെ, അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ചു കാണിച്ചാലും ഒക്കെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ അതിരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ സോഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കും. അപ്പോൾ ഇതാണ് പല എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കാണുന്ന ഹോമകുണ്ഡങ്ങൾ. അതായത് ഒരു തേങ്ങ പൊട്ടിച്ച് വെള്ളം ഒഴിച്ചാലും, അതല്ലെങ്കിൽ തേങ്ങയിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ചാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചാണകം ഉണക്കി 2ആയിട്ട് കയ്യിൽ വെക്കുന്നു, അതിലൊക്കെ ഇതിങ്ങനെ ചെറിയൊരു പീസ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോലും കാണാതെ വെച്ചിട്ടുണ്ടാവും. അതിനകത്തേക്ക് വെള്ളം വീഴുമ്പോഴാണ് ഇത് കത്തുന്നത്, തീ കത്തുന്നത്. ഇതിപ്പോൾ വെള്ളമാണ്. ഇതിപ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ എന്താ കൺവിൻസിങ് ആക്കുന്നതിന് വേണ്ടി ഞാൻ വേണ്ടി കുടിച്ച് കാണിക്കാം. ഇതിനകത്ത് കെമിക്കലൊന്നുമില്ല. ഞാനും കുടിച്ച് കാണിക്കാം. ഓക്കെ, ഈ വെള്ളം ഇനി ഒഴിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വെള്ളം ഇതിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഭീകരമായിട്ട് തീ കത്തും. അപ്പോൾ ഇതാണ് അത്ഭുത സിദ്ധന്മാർ ഇത് പറയുന്നത് എന്തുവാ? അവരെ മന്ത്രശക്തി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇപ്പോൾ ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ സംഭവിച്ചില്ല. ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ആദ്യം എന്താ പുകയാണ് ചെയ്തത്, അതിനുശേഷമാണ് തീ വന്നത്. സെയിം തന്നെയാണ് അവരുടെ എല്ലാ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ പുകയും, അതിനുശേഷം ഒരു ചെറിയൊരു ശബ്ദത്തോടുകൂടി അത് സോഡിയം തന്നെയാണ് അവരത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ചുമ്മാ വായ്ത്താളമല്ല, തെളിവും ഉൾപ്പെടെ. അതെ അതെ, മന്ത്രസിദ്ധിയോ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു മന്ത്രവും പറഞ്ഞു ഇല്ല, വേണമെങ്കിൽ ഹോക്കസ് പോക്കസ് സബ്രാക്കടബ്ര എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ മാജിക്കിന്റെ മന്ത്രം, പക്ഷെ ഇത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. അതെ അതെ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് പ്രേക്ഷകർക്ക് അതിലോട്ട് പോകല്ലേ? അതിനു മുമ്പായി വേറൊരു കാര്യം, ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് മിസ്സായി പോയി തോന്നുന്നു, തുടർന്നുള്ള ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നേരിട്ട് അവരെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനൊക്കെ വളരെ ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഷോസാണ്, ഇപ്പോൾ കൂടുതലും സ്റ്റേജ് ഷോസ് ആയിട്ട് വിദേശങ്ങളിലാണ് കൂടുതലും പ്രോഗ്രാംസ് കാണാൻ വരുന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് അത്തരത്തിലുള്ള പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ ഒക്ടോബർ 15 മുതൽ ഒരു ഇന്റർനാഷണൽ ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. അത് മലേഷ്യയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ UAE അങ്ങനെയൊക്കെയുള്ള സൗദി, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ കറങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാവരും അറിയിക്കണം. അതിൻ്റെ അപ്ഡേറ്റ് നമ്മളെ ചാനൽ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നേരിട്ട് വരാം, കാണാം, പ്രോഗ്രാം ആസ്വദിക്കാം. കൂടുതൽ വീഡിയോയിൽ കണ്ട് സംസാരിക്കുന്നതിനേക്കാൾ നേരിട്ട് സംസാരിക്കാം. സംവദിക്കാൻ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, സംവാദകനല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് ഏത് വീഡിയോയിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഡൗട്ട് വരും എനിക്ക്. അപ്പോൾ എനിക്ക് റെഫറൻസ് ഒക്കെ നോക്കേണ്ടി വരും, അത് എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം പലപ്പോഴും ഞാനൊരു ജേർണലിസ്റ്റിൻ്റെ ജോലിയാണ് എടുക്കുന്നത്. എനിക്കിത് അറിയാവുന്ന കാര്യമാണെങ്കിലും അത് വിശദീകരിക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റിൻ്റെ ജോലിയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വിവരങ്ങളാണ് നമ്മൾ ജെനുവിനാണെന്ന് 100% ബോധ്യമാണെന്ന് എൻ്റെ ബോധ്യങ്ങളിൽ നിന്നിട്ട് തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതും ഫാസിലിന്റെ അവതരണ ശൈലിക്ക് ഒരു ഒഴുക്കുമുണ്ട് കേട്ടോ.
നമ്മളെല്ലാവരും സംസാരിക്കുന്ന പോലെ കേട്ടിരിക്കാൻ ഒരു രസമുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള യാത്രയിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണെങ്കിലും ഈ ഒരു ലെവലിൽ എത്തിയതിലും ഒരുപാട് ഉഡായിപ്പുകളെ എല്ലാം മാറ്റി സത്യം എന്താണെന്ന് തിരിച്ചറിയിപ്പിച്ച് തന്നതിലും നമ്മളിപ്പം തരികയാണ്. അപ്പം തുടങ്ങിയാലോ? തുടങ്ങാം. ഇതെന്തോ ചെയ്യാം? അല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ഹിപ്നോട്ടിസത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക, അത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. റെഡി അല്ലേ? ടെൻഷൻ ഒന്നുമില്ല, അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ബാഗിലേക്ക് ഓക്കെ. ഈ കൈ ഒന്ന് ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, പെർഫെക്റ്റ്. റെഡി ആണല്ലോ? ഇനി അത് കൈ ഒന്ന് എടുത്തേ, കൈ എടുക്കാം. ഇനി അവിടെ തന്നെ വെക്കാം. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം, മനസ്സിൽ വേറെ ഒന്നുമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് മനസ്സിൽ. ഓക്കെ, റെഡി ആണല്ലോ? ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ക്ലോസ് യുവർ ഐസ്. 1 2 3 ക്ലോസ് യുവർ ഐസ്. ഇനി എൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ കണ്ണ് തുറക്കരുത്, യാതൊരു കാരണവശാലും കണ്ണ് തുറക്കരുത്. ഓക്കെ, ഞാൻ ദാ ഇവിടുന്ന് ഒരു സൂപ്പർ ഗ്ലൂ എടുക്കുന്നുണ്ട്. എൻ്റെ പോക്കറ്റിൽ ഒരു സൂപ്പർ ഗ്ലൂ ഉണ്ട്. ഇത് കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക, കണ്ണുകൾ തുറക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഇത് ഇമാജിനേഷൻ നടത്തുക. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഒരു സൂപ്പർ ഗ്ലൂ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു സൂപ്പർ ഗ്ലൂ ഉണ്ട്. ഈ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഞാൻ ദാ ഈ കൈ ഈ ഒരു ടേബിളിൽ ഒട്ടിക്കാൻ പോവുകയാണ്. ഈ കൈ ഇങ്ങനെ ടേബിളിൽ ഒട്ടിക്കുകയാണ്. സൂപ്പർ ഗ്ലൂ ഇങ്ങനെ ഓരോ ഫിംഗറുകളിലും ഞാൻ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗമ്മാണത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗമ്മാണ്. പെട്ടെന്നൊന്നും ഇനി കൈ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. റിമൂവർ ഉപയോഗിച്ച് അത് ഇളക്കാതെ പെട്ടെന്നൊന്നും കൈ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. വളരെ സ്ട്രോങ് ആണ്, വളരെ ടൈറ്ററാണ്. ഇപ്പോൾ കൈ വളരെ നല്ല രീതിയിൽ ഈ ടേബിളിൽ ഒട്ടിയിരിക്കുകയാണ്. ടൈറ്റർ. ഓക്കെ, ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ഇനി മെല്ലെ കൈ ഒന്ന് എടുക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ ടൈറ്റ് ആവും. ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. റിലാക്സ്. ക്ലോസ് യുവർ ഐസ്. ഓക്കെ, ഇനി ഞാൻ ദാ എൻ്റെ കയ്യിൽ നിന്നും ഒരു റിമൂവർ എടുത്തിരിക്കുകയാണ്. പോക്കറ്റിൽ നിന്ന് റിമൂവർ എടുത്തു. ആ റിമൂവർ ഉപയോഗിച്ച് ഞാൻ ദാ മെല്ലെ അതായത് റിമൂവ് ചെയ്യാണ്, ഗമ്മ് റിമൂവ് ചെയ്യാണ്, മെല്ലെ ഗമ്മ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ ഓൺ ദ കൗണ്ട് ഓഫ് 3 പറഞ്ഞ് കണ്ണ് തുറന്നതിന് ശേഷവും വളരെ ഫാസ്റ്റായിട്ട്, വളരെ വെയിറ്റ്ലെസ് ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട് കൈ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. 1 2 3 ഓപ്പൺ യുവർ ഐസ്. ഇനി മെല്ലൊന്ന് എടുത്തേ. നേരത്തെ എടുക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. എന്താ ഫീൽ ചെയ്തത്? എന്താണ് ആ സമയത്ത് എന്താ ഫീൽ ചെയ്തത്? കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഒട്ടിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒട്ടിയിരുന്ന പോലെ തോന്നി. കിട്ടിയില്ല, ആ ഒരു ഫീൽ കിട്ടിയില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് ഹിപ്നോട്ടിസം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ വലിയ പേടിയായി. അല്ല, ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഞാൻ ആ സജഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു കൺഫ്യൂഷൻ ആവണം. എന്താണ് ശരിക്കും, അത് ഒട്ടിപ്പോയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മളൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതല്ലാതെ ഇതിനകത്ത് വലിയ അത്ഭുതമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മനസ്സിലായില്ല, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയില്ല. ഓക്കെ. ട്രെയിനിങ് ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ അല്ലേ? ഇപ്പം കേൾക്കുന്നൊരു ട്രെയിനിങ് തേർഡ് ഐ ട്രെയിനിങ്, അത് കുറെ നാൾ മുമ്പ് തന്നെ ഉള്ളതാണ്. അതിപ്പോ അങ്ങനെ വളരെ എനിക്ക് തോന്നുന്നു അവർ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ അത് ഒരുപാട് തവണ നമ്മൾ റിവീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ഹൈഡായിട്ടൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അത് വലിയ പബ്ലിസിറ്റി സോഷ്യൽ മീഡിയയിലൊന്നും കൊടുക്കാറൊന്നുമില്ല. അതല്ലാതെ പുറത്തൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ ധാരാളം ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, അത് തട്ടിപ്പാണത്. അത് എന്താ പറയുക, ഇപ്പോൾ നോക്കി ഒരു തേങ്ങ അല്ലെങ്കിൽ ഒരു ഉപ്പി വെള്ളമൊക്കെ ഒരാളുടെ കയ്യിൽ വെച്ചിട്ട് ഈ ട്രെയിനിങ്ങിന് വരുന്ന ആളുകളെ, ഇപ്പോൾ അജിൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഉപ്പി വെള്ളം വെച്ചിരിക്കുകയാണ്, അതിലേക്ക് ഇങ്ങനെ നോക്കാൻ പറയുന്നു. അങ്ങനെ കുറേ സമയം നോക്കിയിട്ട് അത് മറിച്ചിടുന്നൊരു സംഭവമാണത്. അപ്പോൾ അത് സിമ്പിളാണ്. വേണമെങ്കിൽ ഒരു ഉപ്പി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മളൊരു ഫീമെയിൽ ആങ്കറിനെ കാണിക്കണം. ഓ, അത് ഇത്ര വലിയ അതിന് ട്രിക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ചെയ്യാം. അത് പൊളിക്കാനാണല്ലോ വിളിച്ചേക്കുന്നത്. തേർഡ് ഐ ട്രെയിനിങ്ങിൽ അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇതേ രീതിയിൽ കുപ്പിവെള്ളം പിന്നെ തേങ്ങയാണ്. ഇതിൽ നമ്മൾ കൈയൊന്ന് പേര് ആമി. ഓക്കെ, കൈ ഇങ്ങനെ പിടിക്കാം. ഈ കുപ്പി ഞാനിവിടെ കൈൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ അജിന് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തുമൊന്നും വേണ്ട, മറിഞ്ഞു വീഴണമെങ്കിൽ വീണോട്ടെ. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അജിൻ മറ്റെങ്ങും നോക്കരുത്, ഈ ഒരു കുപ്പിയിലേക്ക് മാത്രം നോക്കുക. ഓക്കെ, ഞാൻ കൈ റിലീസ് ചെയ്യാണ്. ഓക്കെ, ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക.
അപ്പൊ ഇതെന്തോ സംഭവം? അല്ല, ആക്ച്വലി ഇത് തന്നെയാണ് ഇവരുടെ ട്രെയിനിങ് ക്ലാസ്സുകളിലും സംഭവിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ കൈ ഇങ്ങനെ പിടിച്ച സമയത്ത് ഇതിൽ അല്ലേ വെള്ളം, ഇപ്പൊ ഇതിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് ലിക്വിഡ് ആണല്ലോ ഇതിനകത്ത്. ഇവർ ഉപയോഗിക്കുന്നത് എന്താണ്, അതായത് ഇത്തരത്തിലുള്ള വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ തേങ്ങ, ഇത് രണ്ടിനകത്തും വെള്ളമുണ്ട്. ശരിയാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്, നമ്മളിപ്പോ പ്രയർ ഒക്കെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കില്ലേ, പക്ഷെ കുറച്ചധികം സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് കൈക്ക് ഇവിടെ സ്ട്രെയിൻ വരും. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കുറച്ച് വെയിറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കൈക്ക്, അല്ലേ? അത് കുറച്ച് സമയം ചില ആളുകളുടെ കൈ വിറച്ചു കൊടുക്കും. ശരിയല്ലേ? അപ്പൊ തന്നെ ഇത് താഴെ വീഴും. അപ്പോൾ ഇത് നമ്മൾ സജഷൻ കൊടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കണ്ടതുകൊണ്ട് അത്രയും ചിലപ്പോൾ എഫക്ട് കിട്ടി കാണണമെന്നില്ല. ഇപ്പൊ ഇതിലും വലിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇരുന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഈ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഞാനിപ്പോൾ ഓൾറെഡി ഒരു സജഷൻ തരികയാണ്. ആക്ച്വലി ഇങ്ങനെ സംഭവിക്കും, നമ്മളുടെ ഈ ഭാഗത്തും ഇവിടെയും ഒരു സ്ട്രെയിൻ വരും, അല്ലേ? കൈക്ക് ഒരു ഷിവറിങ് വരും. ഇത് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീഴുകയും ചെയ്യും. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന സജഷൻ എന്താ, ഒരു മാഗ്നറ്റിക് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് വിട്ടേക്കുക, മറിഞ്ഞു വീഴുക. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്തായിരിക്കും അറിയാം, അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടി എന്നായിരിക്കും ഇവർ വിചാരിക്കുക. കാരണം ഇത് വിശ്വസിച്ചിട്ട് സജസ്റ്റബിൾ ആണ് ആൾ തന്നെ, വിശ്വസിച്ച് വന്നിരിക്കുന്ന ആളാണ് പഠിക്കാൻ. അപ്പോൾ അന്ന് ഡിഫൻസ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ഞാനിത് തട്ടിപ്പ് പൊളിക്കാൻ ചെന്നിരിക്കുന്ന ആണെങ്കിൽ എനിക്ക് വീഴ്ത്താതെ കുറേ സമയം വേണ്ടി ഞാൻ പിടിച്ചു നിൽക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇത് വിശ്വസിച്ച് വന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയും ശരിയാണ്, എനിക്ക് ആ കിട്ടി, ഒരു മാഗ്നറ്റിക് എഫക്ട് കിട്ടി എന്ന് പറയുമ്പോൾ അജിനെന്ത് വിചാരിക്കും, ഓ അപ്പൊ എന്റെ കണ്ണിന് എന്തോ ഒരു പവർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവർ ഉപയോഗിക്കുന്നതാ. ഇനി ഈ തട്ടിപ്പ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പൊളിക്കാം എന്നറിയോ? ഈ കുപ്പി ഏതെങ്കിലും ഒരു ടേബിളിൽ വെക്കുക, ഒന്ന് മറിച്ച് വീഴ്ത്താൻ പറയാ, മറ്റൊരാളുടെ കയ്യിലും കൊടുക്കാതെ ഈ കുപ്പി ഒരു ടേബിളിൽ വെക്കുക, എന്നിട്ടൊന്ന് മറിച്ച് വീഴ്ത്താൻ പറയാം. ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ കുപ്പി വെച്ചിട്ട് മറിച്ച് വീഴ്ത്താനുള്ള വേറെ ട്രിക്കുകളൊക്കെ ഉണ്ട്, മജീഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെന്ററിൽ നിങ്ങൾ ചെന്നിട്ട് റിയൽ ആയിട്ട് ഒരു കുപ്പി എടുക്കുക, ഒരു ടേബിളിൽ വെക്കുക, അങ്ങനെ കഴിവുണ്ടെന്ന് പറയുന്ന ആളുകൾ ഇതൊന്ന് മറിച്ച് വീഴ്ത്താൻ പറയുക. ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെയാണ് നമുക്ക് ഈ തട്ടിപ്പ് പൊളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? സൂപ്പർ. ഓക്കെ, നമുക്ക് ചെറിയൊരു എഫക്റ്റും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കാറുള്ളൊരു എഫക്റ്റ് തന്നെയാണിത്. ലൈവായിട്ട് എൻ്റെ ഷോ കാണാൻ വരുന്ന ആളുകൾ കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കും. അതായത് ഇമോഷണലി നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരാളെ, അതായത് നിലവിൽ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളെ മനസ്സിൽ വിചാരിക്കാം. മനസ്സിലായോ? ആളൊന്നും ജീവിച്ചിരിപ്പില്ല, പക്ഷെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ആളെങ്ങനെ മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ പേരിങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ മനസ്സിലൊന്ന് പറയാമോ? മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ പറയുന്നത്? മലയാളത്തിലാണ് പറയുന്നത്. ഓക്കെ. റിപ്പീറ്റ് അതിങ്ങനെ ഞാനൊരു പേപ്പർ തന്നു കഴിഞ്ഞാൽ ആ പേപ്പറിൽ ഇങ്ങനെ എഴുതുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഇങ്ങനെ പറയാമോ? മനസ്സിലിങ്ങനെ പറഞ്ഞാൽ മതി, ലിപ്പ് അനക്കണ്ട, മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ. മനസ്സിലുണ്ടല്ലോ ഇപ്പോൾ? വിഷമമുള്ള ആളാണോ? അത് ഭയങ്കര ശരി. ഓക്കെ, പേര് പറയണ്ട, കൂട്ടുകാരനായിരുന്നു. ഓക്കെ. ആ പേര് അജിന് മാത്രമാണ് അറിയുള്ളൂ, എനിക്കറിയില്ല. ഷുവറാണല്ലോ? ഓ ഓക്കെ, ഞാനതൊന്ന് എഴുതാൻ ശ്രമിക്കാം. ഇതൊരു ഈ മെന്റലിസം എഫക്റ്റുകൾ അല്ലെങ്കിൽ പെർഫോമൻസിൽ നമ്മൾ 100% ഒന്നും ഒരിക്കലും ഉറപ്പ് പറയില്ല. ഇതൊരു ചാൻസാണ്, ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ വിജയിക്കാം. എന്നാലും നമുക്കൊന്ന് നോക്കാം, ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഞാൻ എഴുതി കഴിഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ആരെയാണ് മനസ്സിൽ വിചാരിച്ച പേരെന്ന് പറയാമോ? ഋതിൻ എന്നാണോ വിചാരിച്ചത്? ഷുവറായിരുന്നോ? ഋതിൻ തന്നെയാണോ വിചാരിച്ചത്? പറഞ്ഞില്ലേ, നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ തെറ്റാം. എന്തായാലും ഞാൻ എഴുതിയത് കാണിക്കാം. ഫാസിൽ ബഷീർ ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ വെച്ചടി അങ്ങോട്ട് കയറട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്